അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ക്ഷീണിച്ച് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ? അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല. അവർ വീട്ടിൻ്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന് ഒരുപാട് അനുഭവം പോട്ടെ. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തി മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് വാവ സുരേഷ് ആരാണ് എന്താണെന്ന് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യകതയില്ല. കേരളത്തിലുള്ള എഴുതപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു മുഖം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ. കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് കണ്ടത്. സീരിയസ്ലി ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തത് ആ പുള്ളി പറഞ്ഞ കുറെ കാര്യങ്ങൾ. പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്, ഓരോരുത്തരുടെയും സ്വഭാവം ഡിഫറെൻ്റ് ആണ്. എന്നാലും നമ്മൾ നമ്മുടെ സഹജീവികൾക്ക് കൊടുക്കേണ്ട ഒരു മിനിമം റെസ്പെക്റ്റ് ഉണ്ട്, കാണിക്കേണ്ട ഒരു എമ്പതി ഉണ്ട്. ഈ മനുഷ്യൻ ഇത്രയും സേവനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും തന്റെ ജീവൻ പോലും പണയം വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും പല സ്ഥലങ്ങളിൽ നിന്നും ക്യാഷ് പോട്ടെ, ആ ഒരു എമ്പതിയോ സിമ്പതിയോ ഒന്നും കിട്ടുന്നില്ല. ആ ഒരു ബേസിക് റെസ്പെക്ട് പോലും കിട്ടുന്നില്ല എന്നുള്ളത് കേട്ടപ്പോൾ സീരിയസ്ലി ഒരു വിഷമം തോന്നി. പുള്ളി ചെയ്യുന്ന കുറെ കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഈ പാമ്പിനെ വെച്ചിട്ട് അതിനെ വെച്ചിട്ട് ഒരു ഷോ ഒക്കെ കാണിക്കുന്ന ഒരു പരിപാടി എനിക്കൊന്ന് പുള്ളിയാണെന്ന് തോന്നി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പാമ്പിനെ പിടിക്കാൻ ചാക്കിനകത്താക്കുക, കൊണ്ടുപോവാ, ഇത്രേ ചെയ്യാവുള്ളൂ. അല്ലാതെ ഈ ഷോ ചെയ്യുന്ന പരിപാടികളൊക്കെ എനിക്ക് കുറെ വിയോജിപ്പുണ്ട്. അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പുള്ളി ചെയ്യുന്ന വലിയൊരു നന്മയാണ്, വലിയൊരു സേവനമാണ്. ഈ ഇന്റർവ്യൂവിനകത്ത് ആങ്കർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, ഈ പാമ്പ് പിടിക്കുന്ന സമയത്ത് പുള്ളി അതിനെ ഉമ്മ വെക്കാറുണ്ട്, അതിനെ കളിപ്പിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എവിടുന്നെങ്കിലും ഒരു അറപ്പ് അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു അവഗണന നേരിട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കുറെ എക്സാമ്പിൾസ് ചോദിച്ചതും തുരുതുരാന്ന് 4 ദിവസം മുമ്പുള്ള കഥ, 2 ദിവസം മുമ്പുള്ള കഥ, ഇന്നലെ നടന്ന കഥ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ കഥകൾ പറയുകയാണ്. പുള്ളി ആദ്യം പറയുന്നത്, ഒരാൾ ഹാൻഡ് ഷേക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ട് പെട്ടെന്ന് അയാൾ കൈ അങ്ങ് വലിച്ചു. വേറൊരാൾ 500 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാൻ വന്നിട്ട് കയ്യിൽ തട്ടുവെന്നായപ്പോഴത്തേക്ക് കയ്യിലോട്ട് അങ്ങ് എറിഞ്ഞു കൊടുത്തു. കുട്ടികളെ തൊടിയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. പുള്ളി പാമ്പിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞ് സോപ്പൊക്കെ ഇട്ട് കൈ കഴുകിയിട്ടാണ് നിൽക്കുന്നത്. കുട്ടികൾക്ക് കുഴപ്പമില്ല, അവര് കൈ കൊടുക്കാൻ വന്നാൽ പോലും ഈ പേരൻസ് അതിനെ അനുവദിക്കില്ല. എന്തോ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ പുള്ളിയെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ പുള്ളി പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പുള്ളിയെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്ത 2 കഥകൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇത് അനുഭവം കൊണ്ട് ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ്. അതേ പ്രിൻസിപ്പളോ മറ്റായിരുന്നു, അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി ക്ഷീണിച്ച് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ? അപ്പോൾ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല. അവർ വീട്ടിൻ്റെ പുറകിലൂടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടണം. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ അങ്ങനെ കുടിച്ചില്ല, കളഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് പോവാണ്. പുള്ളിക്കാരൻ അതിനകത്ത് പറയുന്നുണ്ട്, അവർ എഡ്യൂക്കേറ്റഡ് ആണ്, അവർ അധ്യാപികയാണ്. അവർക്ക് പോലും ഒരു മനുഷ്യനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അറിയില്ല. മേ ബി ഈ വാവാ സുരേഷിനോടുള്ള പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. ചില ആളുകൾക്ക് പാമ്പിനോട് അറപ്പുണ്ടാവും, പാമ്പിന്റെ ദേഹത്ത് തൊടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് പാമ്പിന്റെ ദേഹത്ത് തൊടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. എന്നാൽ അറപ്പും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു ജീവിയെ തൊടുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇതുവരെ തൊട്ടിട്ടുമില്ല. ആ ഒരു അറപ്പായിരിക്കും ചിലപ്പം ഇദ്ദേഹത്തിനോട് കാണിക്കുന്നതും. എന്നാൽ പോലും ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കുമ്പോൾ ഈ കക്കൂസിലെ മഗ്ഗിനതൊക്കെയാണോ കൊടുക്കുന്നത്? ഒരു ബേസിക് ഹ്യൂമാനിറ്റി അവിടെ കീപ്പ് ചെയ്തുകൂടെ? കക്കൂസിലെ വെള്ളത്തിൽ നിന്ന് ഏതെങ്കിലും മനുഷ്യൻ കോരി കൊടുക്കൂ, ഏതെങ്കിലും പിച്ചക്കാരനോ എന്തോ ആയിക്കോട്ടെ, എത്ര നികൃഷ്ട ജീവി ആയിക്കോട്ടെ, അതിനകത്ത് കോരി കൊടുക്കുവോ? ഒരു സ്റ്റീൽ ഗ്ലാസ് നമ്മുടെ വീട്ടിൽ എത്ര രൂപ വരും വില? അതിന്റെ ഒരു വില പോലും ആ മനുഷ്യന് കൊടുക്കുന്നില്ല. പുള്ളിക്ക് ഈ പറയുന്ന പാമ്പിനെ പിടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയൊന്നും കിട്ടുന്നൊന്നുമില്ല, തുച്ഛമായിട്ടുള്ള പൈസയാണ് കിട്ടുന്നത്. അത് പല സ്ഥലങ്ങളിൽ പോയാലും ഇയാൾ ചോദിച്ച് മേടിക്കാറ് പോലും ഇല്ല. ആരെങ്കിലും കൊടുക്കുവാണെങ്കിൽ മേടിച്ചോണ്ട് പോകും. സ്വന്തമായിട്ട് വണ്ടിക്ക് എണ്ണ അടിച്ചിട്ടാണ് അവിടെ ചെല്ലുന്നത്. ഈ വണ്ടിക്കൂലി പോലും പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തുകൂടെ? ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. അവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഒരു പാഷന്റെ പുറത്താണ് ഈ ഒരു തൊഴിലൊക്കെ ചെയ്യുന്നത് എന്നൊരു ബോധം ഉണ്ടായാൽ മതി. കട്ടട്ടോ പിടിച്ചു കുറച്ചിട്ടോ ഒന്നും അല്ലല്ലോ.
ഈ വീട്ടുകാരെ വിളിച്ചിട്ടായിരിക്കും ഈ പറയുന്ന വാവ സുരേഷ് അവിടെ വന്നത് തന്നെ. എന്നിട്ട് ഇമാതിരി പറയേണ്ട കാര്യമില്ല. ഇത് പോട്ടെ, ഇത് കഴിഞ്ഞിട്ടൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. സ്വന്തം ഫ്രണ്ട്, വർഷങ്ങളായിട്ട് പരിചയമുള്ള ആത്മാർത്ഥ സുഹൃത്തിൽ നിന്നുണ്ടായ അനുഭവം, അതുകൂടെ ഒന്ന് കേൾക്ക്. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടോ ഒന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്തതിന് പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് പതിനായിരക്കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തിനോട് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം എങ്ങനെയുണ്ട്. ദൈവവും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം ഉണ്ട് അവിടെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷ് ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷി എല്ലാ തിരുവോണത്തിനും. അപ്പോൾ ഞാൻ കഴിച്ചു. ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 3/4 മണിക്കൂറായി പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കഴിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോൾ ഒരു അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഡിസ്പോസിബിൾ ആണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇത് ഈ മേഖലയിൽ. പക്ഷേ ആത്മാർത്ഥ സുഹൃത്ത്, ഇവനെയൊക്കെ എങ്ങനെയാണ് ആത്മാർത്ഥ സുഹൃത്ത് വിളിക്കാൻ പറ്റുന്നത്? കൂടെ നടക്കുന്ന ആത്മാർത്ഥ സുഹൃത്ത് വരെ ഈ രീതിയിലാണ് പുള്ളിയെ ട്രീറ്റ് ചെയ്യുന്നത്. അതും നിർബന്ധിച്ച് വീട്ടിൽ വിളിച്ചത്, ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചത്. എനിക്കൊന്ന് ഊണ് കഴിക്കാൻ വിളിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓണമല്ലേ, വാഴയിലേക്കകത്താണ് ഊണ് കൊടുക്കുന്നത്. ഇപ്പം വാഴയില എടുത്താൽ കളയാമല്ലോ, പ്ലേറ്റിനകത്താണെങ്കിൽ അവൻ വിളിക്കത്തില്ലായിരുന്നു. എടാ, ഈ അറപ്പുള്ളവന്മാർ എന്തിനാണ് പിന്നെ വിളിക്കാൻ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് നിർബന്ധിച്ച് വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഇമ്മാതിരി പരിപാടി കാണിക്കുക. എന്ത് സന്തോഷമാണ് ഇതിനകത്ത് കിട്ടുന്നത്? അതിനേക്കാൾ വലിയൊരു കാര്യം ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയെ കൊണ്ടാണ് ആ ഡിസ്പോസൽ ഗ്ലാസ് മേടിപ്പിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിലോട്ടും ഈ സെയിം സാധനം തന്നെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുമല്ലേ, ആ നെക്സ്റ്റ് ഒരു ജനറേഷന്റെ തലയോട്ടും ഈ വിഷം കുത്തി വെക്കുമല്ലേ. പുള്ളിനകത്ത് പറയുന്നുണ്ട് ആ കുട്ടികൾക്ക് വലിയ കാര്യമാണെന്ന്. എന്നാൽ ഈ അമ്മയും അച്ഛനും ഒക്കെ ഈ രീതിയിലാണ് ഇയാളെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഈ കുട്ടികൾ കാണുകയാണ്, അവരുടെ മൈൻഡും അതിനനുസരിച്ചിട്ട് ഈ വ്യക്തിയെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. നാളെ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് അയ്യെന്ന് പറഞ്ഞു ഓടും. എത്ര എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്നവന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കണം, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം. ആൻഡ് ഈ ഒരു ഇന്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ കാര്യം പറഞ്ഞിട്ട് പുള്ളിയുടെ കണ്ണ് നിറയാണ്. ആ കണ്ണ് നിറയുന്ന സമയത്ത് ഈ ആങ്കർ പയ്യൻ ഈ വാവയെ പോയിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവം പോട്ടെ. സീരിയസ്ലി എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട്. ആ വലിയൊരു മെസ്സേജാണ് കൊടുത്തത്. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നുണ്ടായ അവഗണനയെ പറ്റി വാവയുടെ പറഞ്ഞു. അവർ തൊടാൻ മടിച്ച ആ വ്യക്തിയെ കെട്ടിപ്പിടിച്ചപ്പോൾ ഇതിനേക്കാളും വലിയൊരു മറുപടി അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാനില്ല. ഞാൻ ഈ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് കണ്ടു, തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടു. പിന്നീട് യാങ്കർ ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് നേട്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. അങ്ങനെ പുള്ളി പറയുന്നത് വെച്ചിട്ട് ഇങ്ങർക്ക് ഇതിനകത്ത് നേട്ടം പോയിട്ട് 1 രൂപയുടെ മെച്ചം പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് മൊത്തം ദുരിതങ്ങളാണ്. അത് ഫിസിക്കലി, ഫിനാൻഷ്യലി, കുടുംബപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ കണക്കുകളില്ല, അത്രയ്ക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു അതിഥിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി വരുമാനമാണ്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമാണ്. കുടുംബത്തിനായിരുന്നു. ഇപ്പം എനിക്ക് അമ്മയ്ക്കൊരു അസുഖം വന്നു, എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനൊരു അസുഖം, അച്ഛനിപ്പോൾ ക്യാൻസറായിട്ട് കിടന്നിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ കോളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നിയും ഫെയിലിയർ ആയിട്ട് ട്രീറ്റ്മെൻറ്റ്. ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെ
വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്നറിയില്ല, അവരുടെ മനസ്സെങ്ങനെയാണല്ലോ, അവർക്ക് സമയത്തിന് നോക്കാനൊന്നും അവർ സത്യം പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ, ഇത് എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള, പെട്ടെന്ന് തളർന്ന് വീണു. ഇരുന്നിരിപ്പിന് അതിന് അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ 2 ചേട്ടന്മാരെ മാറി വിളിച്ചു. രണ്ടുപേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് പോകേണ്ടതിട്ട് പറഞ്ഞ് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തുറന്നത്. ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ വാവാസുരേഷ് എന്തോ വലിയ സംഭവമാണ്, വലിയ എന്തൊക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല എന്നല്ല. അപ്പം ഇന്നലെ കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 മണിക്കൂർ ആ സൗകര്യം ബോധമല്ല കിടന്നിട്ട് പിന്നെ അത് അടുത്തുള്ള കുഞ്ഞമ്മയുടെ മാനൊക്കെ എടുത്ത് കിടത്തി റിക്കവറായി കിടക്കുന്ന ഒരു കുഴപ്പം. ഇങ്ങേർക്ക് ഇതങ്ങ് ഹരവാടേ ഈ പാമ്പിനെ പിടിക്കാൻ പോകുന്നത്. ഈ ഹരം പിടിച്ചു പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വന്തം കുടുംബം പോലും നോക്കാതെ ഇതിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത്. വാവ സുരേഷ് ആക്കിയത് പാമ്പുകളാണ്. എന്നാലും പുള്ളിക്കാരനെ ഈ ഒരു അവസ്ഥയിലാക്കിയതും ആ ഒരു പാഷൻ തന്നെയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. സ്വന്തം അച്ഛന് വയ്യാതെ നടന്നിട്ടും നോക്കാൻ പറ്റിയില്ല, അനിയത്തിയെ നോക്കാൻ പറ്റണില്ല, കുടുംബത്തെ നോക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ തെറ്റാണ് സത്യമായിട്ടും. എന്നാൽ ഇതിന്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നോ, ക്യാഷ് എന്തെങ്കിലും കിട്ടുന്നോ? കടമല്ലാതെ പുള്ളിക്കൊന്നുമില്ല. പുള്ളി തന്നെ പറയുന്നത് 1.5 കോടി എടുത്ത് കടം ഉണ്ടായിരുന്നു, അത് കുറേയൊക്കെ അടച്ച് വീട്ടി, ഇനിയും ഏതാണ്ട് 50 ലക്ഷത്തിൽ പുറത്ത് കടമുണ്ട്. ഇത്രയൊക്കെ സാക്രിഫൈസ് ചെയ്ത് പുള്ളി ഇതിന്റെ പുറകെ നടന്നിട്ടും ഇദ്ദേഹത്തിന് കിട്ടുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കാര്യമാണ്. കുറെ ആളുകൾ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു 100 പേര് നമ്മുടെ അടുത്ത് വന്ന് ഇഷ്ടമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചെന്ന് വിചാരിക്കുക. പക്ഷെ അതിനകത്ത് ഒരാള് നമ്മളെ വേറൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരൊറ്റ ഒരു വ്യക്തിയുടെ മുഖം നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ബാക്കി 100 പേരുടെ സ്നേഹം അപ്പോഴെങ്കിൽ നമ്മൾ മറക്കും. കാര്യം മറ്റേതാണ് ഈ സ്നേഹത്തെക്കാൾ കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത്. അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കും, പോകഞ്ഞ്. ഇദ്ദേഹത്തിന്റെ കാര്യമൊന്നുമല്ല, എല്ലാവരുടെയും കാര്യം അങ്ങനെ തന്നെ. എന്റെ കമന്റ് സെക്ഷനിലാണെങ്കിലും എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും ഹിറ്റ് ചെയ്യുന്ന കുറെ നാറികൾ വന്നിട്ട് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ കമന്റ് ഇട്ട് കളയും. അന്തരം എനിക്ക് പൊട്ടും. ഞാൻ നല്ല പറയാറുണ്ട്. നമുക്ക് ബാക്കി കേൾക്കാം. തിരക്കാണ്. ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 5 ദിവസം, ഈ കഴിഞ്ഞ ഞായറാഴ്ചയോ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ കയ്യിൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ 5 പൈസ ഇല്ല. എൻ്റെ അവിടെ 10 രൂപയോ 12 രൂപയുള്ളൂ. എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം, ഒരു നിവൃത്തിയില്ല. പിറ്റേന്ന് എനിക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിൽ കഴിക്കാനെങ്കിലും പൈസ വേണം. ഞാനൊരു ഓട്ടോ പിടിക്കണമെങ്കിൽ ഓട്ടോയ്ക്ക് ചാർജ് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒരു പൈസ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പുറത്ത് പോകണ്ട. തലേ ദിവസം രാത്രി ഞാൻ പുറത്ത് വന്നപ്പോൾ വണ്ടിയിരുന്ന് കുടിക്കാൻ വേണ്ടി, ഓട്ടോയിലിരുന്ന് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. ആ മിനറൽ വാട്ടർ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അവരെ കവള അല്ലെങ്കിൽ 2 കവള് കുടിച്ച് ഞാൻ അന്ന് രാത്രി 24 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വന്ന് പുറത്തിറങ്ങി, കോളിൻ്റെ പുറകെ. ഇതാണ് അവസ്ഥ. ആളുകൾ വിചാരിക്കുക, ആളുകൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മളൊന്നും ഇത് പുറത്ത് പറയാൻ നമ്മൾ മടിക്കും. നമ്മളെന്തായാലും എല്ലാവരും കാണിക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് ആപ്പിൾ ഇത്ര കാശ് നമ്മൾ പെരുമയായിട്ട് കുറേ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് പലരും കാര്യങ്ങൾ അറിയാതെ പോകും. സത്യമാണെങ്കിൽ ഇതിൻ്റെ പിറകെ പോയിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ശാരീരികമായിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയില്ല, കടികൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മളടുത്ത് പണിയാൻ പോകുമ്പോൾ ഇന്നലെയും അതൊരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ വേണ്ടി വെട്ടിക്കളയ്ക്കേണ്ട ഒരു 2-3 മണിക്കൂർ വെട്ടിക്കളയ്ക്കേണ്ടത് അത്രയും ഞാൻ ചെയ്യേണ്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മതിലിൻ്റെ അടി, എനിക്ക് 2 ആഴ്ചയായിട്ടുണ്ട് ഒരു പാമ്പിനെ പിടിക്കാൻ മതിലിൻ്റെ അടി. ഇത് മുഴുവനും ഞാൻ പൊളിക്കേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന പണി ഇന്ന് രാത്രി വെളുപ്പാങ്ങൽ 2:30 വരെ ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്തു എന്നുള്ള ഒരാൾ സഹായിക്കാൻ പറ്റും. പണവും ഉണ്ടാക്കുന്നില്ല, ശാരീരിക പ്രശ്നം. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, സാധാരണ ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അത് എഫക്റ്റ് ആവണമെങ്കിൽ ഒരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതി. പുള്ളി ആ സ്ഥാനത്ത് 5 പാരസെറ്റാമോൾ കഴിക്കണമെന്നാണ്. ആ രീതിയിലൊക്കെയാണ് പുള്ളിയുടെ ശരീരം. ഇദ്ദേഹം നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പിനെ പിടിക്കാനാണ് പോകുന്നത്. ഈ പാമ്പ് ഏതെങ്കിലും മാളത്തിലോ അല്ലെങ്കിൽ വല്ല വിറകിൻ്റെ ഇടയിലോ ഏതെങ്കിലും പൊത്തിലോ സ്ലാവിൻ്റെ ഇടയിലോ അയ്യത്ത് ഏതെങ്കിലും പുല്ലിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും പോയി ഒളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ ഇദ്ദേഹം അവിടെ നിന്ന് മൊത്തം അത് വൃത്തിയാക്കണം. കട്ടയുടെ ഇടയ്ക്ക് കാണാൻ കയറി ഇരിക്കുകയാണെങ്കിൽ അവിടെയുള്ള കട്ട മൊത്തം പുള്ളി ഒറ്റയ്ക്ക് പിറക്കി മാറ്റണം. ഒരു മനുഷ്യന് സഹായത്തിന് ചെല്ലത്തില്ല. അത് ആളുകൾ സഹകരിക്കാത്തത് കൊണ്ടോ സഹായിക്കാൻ മനസ്സില്ലാഞ്ഞിട്ടോ അല്ല, പേടിയാണ്. പാമ്പിനെ എല്ലാവർക്കും പേടിയാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ പണി വാളുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പുള്ളിക്ക് പേടിയില്ല. അതുകൊണ്ട് പുള്ളി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും. അല്ല, സ്നേക്ക് മാസ്റ്റർ എന്ന് പറഞ്ഞ കൗമുദിക്കകത്തുള്ള പ്രോഗ്രാം ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതെങ്കിലും അയ്യം കിളയ്ക്കാനുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതി, വന്ന് ഫ്രീ ആയിട്ട് കിളച്ചിട്ട് പോകും. ഒരു വാമ്പട്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ മതി. അതാ അവസ്ഥ. എന്നിട്ട് കിട്ടുന്നതോ 10, 300, 500 ഒക്കെ ആയിരിക്കും. വണ്ടി കാശ് പോലും കിട്ടാറില്ല. നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കും. ഇങ്ങനെ വിചാരിച്ചാൽ എന്തോരം പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈ ഒരു ഫീൽഡിൽ പുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തൊന്നും വേറെ ആൾക്കാരുണ്ടായിരുന്നില്ല. പുള്ളിയുടെ വിക്കിപീഡിയ നോക്കിക്കഴിഞ്ഞാൽ 38,000-ലധികം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത്.
പറയുന്നത്. വിക്കിപീഡിയക്കകത്ത് 32,000 പറയുന്നുണ്ടെങ്കിൽ ചിലപ്പം പുള്ളിയുടെ കണക്ക് പ്രകാരം അതൊരു 10, 80, 1 ലക്ഷം പാമ്പിന്റെ മേളിൽ പോയിട്ടുണ്ടാവും ചിലപ്പോൾ. അത്രത്തോളം പാമ്പുകളെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിചാരിച്ചാൽ ശരിക്കും പൈസ അതിനകത്ത് ഉണ്ടാക്കാമായിരുന്നു, ഒരുപാട് പൈസ ഉണ്ടാക്കാം. പുള്ളിയുടെ വാർത്ത വരാത്ത ചാനലുകൾ കുറവാണ്, കേരളത്തിലാണെങ്കിലും നാഷണൽ മീഡിയസിലാണെങ്കിലും എല്ലാം അത്ര ഫേമസ് ആണ്. എന്നിട്ട് എന്തായി? ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വീട് വരെ ജപ്തിയാണ്. ഇപ്പൊ എന്താണെങ്കിലും പുള്ളി ഒരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. നിങ്ങൾ റീസെന്റ് ആയിട്ട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പുള്ളിയും പുള്ളിയുടെ ഒരു 3-4 സുഹൃത്തുക്കളും ചേർന്നാണ് ഈ തട്ടുകട തുടങ്ങിയതാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ കേന്ദ്രങ്ങൾ. അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്തെ തട്ടുകടയിൽ നല്ല തിരക്കാണ്. അവിടെ എത്തുന്നവർ അവിടുത്തെ ഉടമസ്ഥനെ കണ്ടെന്ന് ഞെട്ടാറുണ്ട്. അതാരാണെന്ന് അറിയണമെങ്കിൽ എനിക്ക് പിന്നിൽ കാണുന്ന ആ തട്ടുകടയിലേക്ക് പോകണം. നമുക്ക് അങ്ങോട്ട് പോകാം. ആ ഉടമസ്ഥൻ, അദ്ദേഹം ജോലിയാണ്, അദ്ദേഹത്തെ കാണാം. എല്ലാവർക്കും പരിചിതമായ മുഖമാണ്. നമസ്കാരം. നമസ്കാരം. ഈ ജോലിയിലേക്ക് വാവാ സുരേഷ്. സന്തോഷം. വാവാ സുരേഷാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഒരുപാട് വീട്ടുവേലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ പാചകക്കാരോടൊപ്പം പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മേസ്ത്രി പണിയിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് അതിനോടൊപ്പം തന്നെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മൾ അതിഥികളെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ എനിക്ക് തോന്നുന്നത് അതിഥികളോടൊപ്പം മാത്രം പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുകയില്ല. അപ്പോൾ വേറെ പേഴ്സണലി എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞ് എൻ്റെ 3-4 സുഹൃത്തുക്കളോട് പറഞ്ഞു. അപ്പോൾ അവർ 3 പേരുടെ എന്നോടൊപ്പം കൂടി ഞങ്ങൾ ഞായറാഴ്ച തീരുമാനിക്കുന്നു, തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നു. തട്ടുകട പ്രത്യേകത എന്താ? എന്തൊക്കെ ഫുഡാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തം പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ? നമ്മൾ തനത് തിരുവനന്തപുരം സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം ഈ അമ്മമാരാണ്, പെണ്ണുങ്ങളാണ് പാചകം ചെയ്യുന്നത്. സപ്ലൈ ഇവർ ദോശയും പൊറോട്ടയും മാത്രമാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ ഇതെല്ലാം കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മൾ ഒരു കവറടിയിലൊരു വീടുണ്ട്, അവിടെയാണ് എല്ലാം മിക്സ് ആക്കി കൊണ്ടുവരുന്നത്. എല്ലാം അമ്മമാർ തന്നെയാണ്. എല്ലാം പാത്രം കഴുകുന്ന ഉൾപ്പെടെ എല്ലാം അമ്മമാരാണ്. അവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടുവരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പൊറോട്ടയും ദോശയും മാത്രം ഇവിടെ റെഡിയാക്കും. പിന്നെ നമ്മൾ പരമാവധി തനത്ത് ശൈലിയിൽ നല്ല രീതിയിൽ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ പരാതികളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, വില കൂടുന്നതിനനുസരിച്ച് മീനിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പം വാവ സുരേഷിന്റെ തട്ടുകട എന്നുള്ള രീതിയിലാണ് ഈ ഒരു തട്ടുകട ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിയോട് പറയുന്നത് പുള്ളിയോട് സപ്ലയർ ആയിട്ട് ജോലി ചെയ്യണമെന്നാണ്. പിന്നെ ഇത് കൊണ്ടുപോയി പറഞ്ഞ് നടക്കണം. ഇപ്പം ഞാൻ ഒരു 6 മണി മുതൽ ഒരു 1 മണി വരെ ഒരു തട്ടുകടയിൽ, എൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ തട്ടുകടയിൽ സപ്ലയർ ആയിട്ട് പോകുന്നുണ്ട്. അതിന് വേതനം കിട്ടുന്നു. അതിന് വേതനം ഞാൻ വാങ്ങിയിട്ടില്ല, അവർ തരും. അവർക്ക് ലാഭം വരും. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ടൈം അവിടെ നിൽക്കാറുണ്ട്. രാവിലെ വൈകിട്ട് 6 മണി മുതൽ 6-7 മണി മുതൽ 1 മണി 2 മണിയാവും. അതിനിടയ്ക്ക് അടുത്തെങ്ങനെ കോൾ പറഞ്ഞാൽ ഞാൻ ഓടിപ്പോകും, പോയിട്ട് വരും പെട്ടെന്ന്. അപ്പോൾ തിരക്കും കുറവില്ല. തട്ടുകടയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് തട്ടുകടയൊക്കെ അതിൻ്റേതായ ഒരു, അപ്പോൾ നമുക്ക് പട്ടത്തുനിന്ന് മരപ്പാലത്തുനിന്ന് കവടിയാറിലേക്ക് പോകുന്ന മേലോട്ട് കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. ഇദ്ദേഹത്തിനെ വെച്ചിട്ടായിരിക്കണം ആ തട്ടുകട പ്രൊമോട്ട് ചെയ്യുന്നത്. ഫണ്ട് ഇറക്കിയിരിക്കുന്നത് സുഹൃത്തുക്കളാണ്. പുള്ളിയോടെ നിൽക്കുന്നു, അതിന്റെ എന്തെങ്കിലും പൈസ പുള്ളി കിട്ടുമായിരിക്കും. അതായിരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത്. തട്ടുകടയില് ചേട്ടൻ ഇങ്ങനെ കാണുമ്പോ ആദ്യം എല്ലാരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം, പാമ്പ് പിടുത്തം വാവ സുരേഷ് നിർത്തിയോന്നായിരിക്കും. ഇല്ല, ഒരിക്കലും. ഞാനിപ്പോ ഈ കടയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇന്ന് സഞ്ചരിച്ച വണ്ടിയിൽ ഏകദേശം 4-5 പാമ്പുകൾ എൻ്റെ വണ്ടിയിലുണ്ട്. ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ, കാരണം ഞാൻ ഇത് 6 മണിക്കാണ് തുടങ്ങുന്നത്. 6 മണിക്ക് തുടങ്ങി ഞാൻ രാത്രി 1 മണിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മണി 11 ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ സാധനവും കഴിഞ്ഞു. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളാണ്. അതായത് ഞങ്ങൾ നല്ല ഇന്നലത്തേക്കാളും കൂടുതൽ ഇന്ന് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു 40-35 കിലോളം ചിക്കൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അതുപോലെ 15 കിലോളം കാട ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ അപ്പൊ തട്ടുകട നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്. നേരത്തെ കാണിച്ച വീഡിയോക്കകത്തും ഇപ്പോഴത്തെ കാണിച്ച വീഡിയോക്കകത്തും ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ, അടുത്തൊക്കെ ആണെങ്കിൽ പാമ്പ് പിടുത്തം ഉള്ളെങ്കിൽ പുള്ളി പോയിട്ട് വരും എന്നുള്ളത്. ഇപ്പൊ തട്ടുകടയിലോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു 5 പാമ്പ് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് എന്നുള്ള തരത്തിൽ. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ പാമ്പ് പിടിക്കാൻ പോകരുത്. ഞാനൊരു കുറ്റമായിട്ട് പറയുമല്ല. നമ്മുടെ നാട്ടിൽ പാമ്പിന് അറപ്പുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരുടെയും അറപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. ആ ഒരു അറപ്പാണ് പല ആളുകളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു അനുഭവത്തിന്റെ കാരണവും. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണമെന്നറിയാതെ, വിവരമില്ലാത്ത രീതിയിൽ, ഒരു എമ്പതി ഇല്ലാത്ത രീതിയിൽ പല ആളുകളും പെരുമാറുന്നുണ്ടെങ്കിൽ പോലും അത് വാവാ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ ഈ കടയിൽ സപ്ലയറായിട്ട് നിൽക്കുന്നതിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ തട്ടുകട നോക്കി നടക്കുന്നതിന്റെ ഇടയിൽ പാമ്പിനെ പിടിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കുറെ വൃത്തി കൺസേൺസ് ഉണ്ട്. നിങ്ങൾ ഇനി എത്രയൊക്കെ കൈയും കാലും ഒക്കെ സോപ്പിട്ട് കഴുകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാ ആൾക്കാർക്കും ദഹിക്കണമെന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഈ തട്ടുകട തുടങ്ങുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ പാമ്പിനെ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് ഈ തട്ടുകട നിൽക്കുക. അല്ലെങ്കിൽ തട്ടുകടയുടെ ടൈം കഴിഞ്ഞതിന് ശേഷം പാമ്പിനെ പിടിക്കാൻ പോവുക. ഇതിൻ്റെ ഇടയിലോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ദേഹമൊന്നും കഴുകാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ.
പോവുക, പാമ്പിനെ പിടിക്കുക, വരിക. അപ്പൊ പാമ്പിനെ കൊണ്ടാണ് വന്നതെന്നാണ് ഒരു വീഡിയോയിൽ പറഞ്ഞത്. പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ ശരീരവും ഡേർട്ടി ആവും. അതേപോലത്തിൽ പിന്നെ നിങ്ങൾ ഈ കടയിലോട്ട് വരുന്ന സമയത്ത് ഒരു വൃത്തിയുടെ കൺസേൺ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ പൊന്നെണ്ണ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഈ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങളുടെ പാഷനൊക്കെ ആയിരിക്കാം, സംഭവം ശരിയായിരിക്കാം, നിങ്ങളാക്കിയതൊക്കെ ഇതാണ്. പക്ഷേ ഈ ഒരു സംരംഭം വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ വന്ന് പറയുന്നുണ്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട്, ആ രീതി തന്നെ മുന്നോട്ട് പോട്ടെ, വളരെ സന്തോഷം. നമുക്ക് എല്ലാവരുടെയും അറപ്പൊന്നും മാറ്റാൻ പറ്റത്തൊന്നുമില്ല. പക്ഷേ ഒരു ഹോട്ടലാവുന്ന സമയത്ത് എല്ലാ ആളുകളുടെയും സഹകരണം അവിടെ ആവശ്യമുണ്ട്, എന്നാലേ അത് വിജയിക്കത്തുള്ളൂ. ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇതിനോട് അറപ്പുള്ള ആളുകളെ മാറ്റി നിർത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരിപാടിക്ക് പോകരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടോ പൊക്കോ, ഈ ഇടയ്ക്ക് പോകുന്ന ഈ പരിപാടി നിർത്തുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ഒരുപോലെ അത് കാണണമെന്നില്ല. ഒരുത്തൻ ഇടങ്ങേറുണ്ടാക്കിയാൽ മതി ആ ഒരു സംരംഭം തകരാൻ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പം ശരി, ബൈ.